ഒടുവിലവർ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിയെയും തേടിയെത്തിയിരിക്കുന്നു. 2022 പുറത്തിറങ്ങിയ പുഴു എന്ന സിനിമയെ ചൊല്ലിയാണ് മമ്മൂട്ടിക്കെതിരായ അധിക്ഷേപം. ഈ വിദ്വേഷപ്പരിപ്പ് ഇവിടെ വേവില്ലെന്ന് പറഞ്ഞ് മമ്മൂട്ടിയെ ചേർത്തു പിടിക്കുന്നുണ്ട് സാംസ്കാരിക കേരളം. സംഘപരിവാർ മമ്മൂട്ടിയെ ഉന്നം വയ്ക്കുന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യമെന്താണ്? അതിഭീകരമായ അധിക്ഷേപമാണ് നടൻ മമ്മൂട്ടി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് മട്ടാഞ്ചേരിയുടെ മാഫിയ തലവൻ മമ്മൂട്ടിയല്ല സുഡാപ്പിക്കയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു കൂട്ടർ ഇസ്ലാമിസ്റ്റ് അജണ്ട സിനിമയിലൂടെ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിക്കുന്ന വർഗീയവാദി. ഇങ്ങനെയൊക്കെയാണ് തീവ്ര ഹൈന്ദവ പ്രൊഫൈലുകൾ ഇപ്പോൾ ഇന്നലെയും മിനിയാന്നുമൊക്കെയായി നടൻ മമ്മൂട്ടിയെ ഇவ்விധം അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. അമൽ, സത്യത്തിൽ ഇങ്ങനെയുള്ള അധിക്ഷേപമൊക്കെ കാണുമ്പോൾ ആദ്യം ഞാൻ കരുതിയത് ഇതിപ്പോൾ മമ്മൂട്ടിയുടെ പുതിയതായി പുറത്തിറങ്ങാനിരിക്കുന്ന ഏതെങ്കിലും സിനിമയെ ചൊല്ലിയായിരിക്കും ഈ വിവാദം എന്നാണ്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ 2022 പുറത്തിറങ്ങിയ പുഴു എന്ന സിനിമയെ ആധാരമാക്കിയാണ് ഇപ്പറയുന്ന തെരുവിളിയൊക്കെ മമ്മൂട്ടിക്ക് കേൾക്കേണ്ടി വരുന്നത്. ആളുകൾ പലരും ഈ പുഴുവിനെ കുറിച്ച് ആയിക്കൊള്ളട്ടെ, പുഴു എന്നുള്ള സിനിമ ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പലരും കരുതുന്നത്. ആ പുഴു ഇറങ്ങിയതിന് ശേഷം ഈ സിനിമ ബഹിഷ്കരിക്കാനിരിക്കുന്ന ആളുകൾ വരെ ഇപ്പോൾ ഈ സൈബർ രംഗത്ത് ആക്രമണം നടത്തുന്നവരിലുണ്ട്. അവരങ്ങനെ ഒരു മാസമായിട്ടൊരു ബഹിഷ്കരണം നടത്തണമെന്നൊക്കെയുള്ള ഒരു പ്രചാരണമൊക്കെ നടത്തുന്ന കാര്യം കൂടി നമുക്ക് സോഷ്യൽ മീഡിയ നോക്കിയാൽ കാണാം. എന്തായാലും ഈ വിവാദങ്ങളുടെ തുടക്കം പുഴു എന്നുള്ള സിനിമയുടെ സംവിധായിക റത്തീന, അവരുടെ മുൻ പങ്കാളിയായിട്ടുള്ള ഷർഷാദ് ഈ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ അയാൾ നൽകിയൊരു അഭിമുഖത്തിൽ നിന്നാണ്. ആ അഭിമുഖത്തിൽ ഇദ്ദേഹം പറയുന്നൊരു കാര്യം, അതായത് റത്തീന അവർ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് പുഴു. പക്ഷേ അവർ ആദ്യമായി സംവിധാനം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന സിനിമ പുഴുവായിരുന്നില്ല, മറ്റൊരു കഥ അവരുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ മമ്മൂട്ടിയുടെ നിർബന്ധപ്രകാരം, മമ്മൂട്ടി ആവശ്യപ്പെട്ടത് പ്രകാരം സവർണ വിഭാഗത്തെ അവഹേളിക്കുന്ന ഒരു സിനിമ ചെയ്യുവാൻ വേണ്ടി ഈ റത്തീന നിർബന്ധിതയാവുകയായിരുന്നു എന്നുള്ളതാണ് ഇവരുടെ മുൻ പങ്കാളി പറയുന്ന ഒരു ആരോപണം. ആ നിലയിലാണ് അദ്ദേഹം ഒരു ആരോപണം ഉയർത്തുന്നത്. മാത്രമല്ല, ഈ പുഴുവിന് മുൻപ് ഉണ്ട എന്നുള്ള സിനിമ അതിൻ്റെ തിരക്കഥാകൃത്തായിട്ടുള്ള ഹർഷാദ് തന്നെയാണ് പുഴുവിൻ്റെയും തിരക്കഥാകൃത്തത്. ഹർഷാദൊക്കെ വലിയ ഒരു ഇസ്ലാമിസ്റ്റ് പ്രൊപ്പഗണ്ട നടത്തുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന ആളുകളാണ്. അവരൊക്കെ ഇതിന് പിന്നിലുണ്ട്, ഈ രീതിയിലുള്ള ഒരു സിനിമ ഉണ്ടാക്കുന്നതിന് പിന്നിലുണ്ട് എന്നുള്ള വാദങ്ങളൊക്കെ ഇതിന് പിന്നോടിയായിട്ട് വരുന്നുണ്ട്. അതെ അമൽ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇൻ്റർവ്യൂ നടത്തിയ ആൾക്കും അവിടെ പോയി കാര്യങ്ങൾ പറഞ്ഞ ആൾക്കും കൃത്യമായിട്ടുള്ള അജണ്ട ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച ഈ ഷർഷാദ്, അദ്ദേഹത്തിൻ്റെ കുടുംബ പ്രശ്നങ്ങളാണ് ആ അഭിമുഖത്തിൽ ഉടനീളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ ഈ പുഴു എന്ന സിനിമയും അത് സംബന്ധിച്ചുണ്ടാകുന്ന വിവാദങ്ങളും. അവിടെ ഇപ്പോൾ ഷർഷാദ് പറയുന്നത്, അതായത് മമ്മൂട്ടിയുടെ താല്പര്യപ്രകാരമാണ് ഇത്തരത്തിൽ പുഴു എന്നൊരു സിനിമയിലേക്ക് രത്തീന പോകുന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ് എന്ന് വെച്ചാൽ, നേരത്തെ അമൽ സൂചിപ്പിച്ചതുപോലെ രത്തീനയുടെ ആദ്യ സ്വതന്ത്ര സിനിമയാണ്. അവർ നേരത്തെ സഹസംവിധിയായിട്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ല വിജയിച്ച ഉയരെ എന്ന സിനിമയുടെയൊക്കെ സഹസംവിധായക എന്ന നിലയിൽ ശ്രദ്ധ നേടിയ അവർ ഒരു സ്വന്തമായ ഒരു സിനിമ എടുക്കണം എന്നൊരാഗ്രഹം അവർക്കുണ്ടാകുന്നു. അങ്ങനെ അവർ മമ്മൂട്ടിയെ സമീപിക്കുകയാണ്. ആ സമയം എന്ന് പറയുന്നത് 2019. നമുക്കറിയാം, കോവിഡ് മൂലം സമ്പൂർണ്ണമായി സിനിമാ മേഖലയടക്കം എല്ലാ മേഖലകളും നിശ്ചലമായിട്ടുള്ള ഒരു സമയം. മമ്മൂട്ടിയെ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായിട്ടൊക്കെ വലിയ ശ്രദ്ധ കൊടുക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ കോവിഡിൻ്റെ ആ ഒരു പീക്ക് ടൈമിൽ നിന്ന് പതിയെ എല്ലാ മേഖലകളും സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷേ സിനിമാ മേഖല വളരെ പതുക്കെയാണ് പോയിട്ടുള്ളത്. പല ഷൂട്ടിങ്ങുകളും മുടങ്ങുന്നു. അപ്പോൾ വളരെ ചെറിയ രീതിയിൽ ആളുകൾ കുറഞ്ഞ ഒരു സെൽഫ് ക്വാറന്റൈൻ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന രീതിയിൽ അത്തരം ക്രമീകരണങ്ങളോട് കൂടി മാത്രം സിനിമ നടന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്ന ഒരു സമയമാണ്. അപ്പോൾ റത്തീന ആദ്യം മമ്മൂട്ടിയെ സമീപിക്കുന്ന ഒരു ബിഗ് ബജറ്റ്, ഒരു വലിയ സന്നാഹങ്ങളോട് കൂടി ഷൂട്ട് ചെയ്യേണ്ട ഒരു സിനിമയായിരുന്നു. പക്ഷേ അന്നത്തെ ആ ഒരു സമയത്ത് അത്തരം ഒരു സിനിമ ചെയ്യാൻ സാധിക്കില്ല എന്ന ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പുഴു എന്ന സിനിമയിലേക്ക് എത്തുന്നത്. ഈ പുഴു എന്ന സിനിമ നമുക്കറിയാം, അത് വളരെ കഥാപാത്രങ്ങളുടെ എണ്ണം വളരെ കുറച്ച് മതി, ചെറിയ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പിന്നെ അത് OTTക്ക് വേണ്ടി എടുത്തൊരു സിനിമ കൂടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പുഴു എന്ന സിനിമ അന്ന് യാഥാർത്ഥ്യമായത്. അല്ലാതെ ഇപ്പറയുന്ന രീതിയിൽ ഒരു മതവിഭാഗത്തെ ആകെ അധിക്ഷേപിക്കാൻ നമുക്കൊരു സിനിമ എടുക്കാം എന്ന് പറഞ്ഞു പോയി എടുത്തൊരു സിനിമയല്ല യഥാർത്ഥത്തിൽ പുഴു എന്നുള്ളത്. ആ ഒരു സമയം, കോവിഡ് സമയത്ത് എടുക്കാൻ പറ്റിയ ഒരു സിനിമ എന്നുള്ള രീതിയിലാണ് ഈ പുഴു എന്ന സിനിമ വരുന്നതും. അത് റത്തീന മറ്റൊരു സിനിമയായി വന്നപ്പോൾ ഇപ്പോൾ അത് ചെയ്യേണ്ട, നമുക്ക് പിന്നീട് അത് ചെയ്യാം എന്ന് പറഞ്ഞ് അപ്പോൾ മമ്മൂട്ടി കേട്ട ഒരു കഥ ഹർഷാദ് എന്ന് പറയുന്ന
ആൾ കൊണ്ടുവന്ന ഈ ഒരു കഥ സിനിമ ചെയ്യാൻ ഏൽപ്പിക്കുന്നത് മമ്മൂട്ടി രത്തീനെ തന്നെ ആയിരുന്നു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. എന്തായാലും ഈ പുഴു സിനിമ എന്തായാലും ചർച്ച ചെയ്യേണ്ട സിനിമ തന്നെയാണ്. അത് ഈ പറയുന്നത് പോലെ ഒരു ഹിന്ദു വിരുദ്ധ, ഹിന്ദു മതത്തെ അവഹേളിക്കുന്ന ഒരു സിനിമ ആയിട്ടില്ല, അല്ല ആ നിലയിലല്ല ആ സിനിമയെ കാണേണ്ടത് എന്ന് മാത്രമല്ല, ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ നിലനിൽക്കുന്ന ഈ ജാതീയതയെ കൃത്യമായി അടയാളപ്പെടുത്തുകയും അതിൻ്റെ അപകടത്തെക്കുറിച്ച് കൃത്യമായ സന്ദേശം നൽകുന്ന ഒരു സിനിമ കൂടിയാണ്. ആ സിനിമയെ ഏത് തരത്തിലാണ് ഒരു മതത്തിനെതിരായിട്ട് ഇപ്പോൾ ചിത്രീകരിക്കുന്നത് പോലെ ആ സിനിമയുടെ ഉള്ളടക്കമുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ആ സിനിമ ആളുകൾ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. അന്ന് ഈ സിനിമ ഇറങ്ങിയ ഘട്ടത്തിലും ഒരു തരത്തിലും ഇതൊരു ഹിന്ദു വിരുദ്ധ സിനിമയാണെന്നുള്ള ഒരു പരാമർശമോ ഒരു വിമർശനമോ ഒരാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല വളരെ നിരൂപക പ്രശംസ നേടിയ ഒരു ചിത്രമായി തന്നെയാണ് അന്ന് ഈ സിനിമ വിലയിരുത്തപ്പെട്ടത്. അതിലിപ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട് അമൽ. നടൻ മമ്മൂട്ടി കഴിഞ്ഞ 50 വർഷമായി നമുക്കിടയിൽ അദ്ദേഹത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കഥാപാത്രങ്ങളിലൂടെ ജീവിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ ഇതാ ഇസ്ലാമിസ്റ്റ് പ്രൊപ്പഗന്ത കയറ്റിവിടുന്നു, അല്ലെങ്കിൽ അത് തിരികെ കയറ്റുന്നു എന്ന് പറയാൻ തന്നെ ഒരു അപാര തൊലിക്കെട്ടി വേണം. അദ്ദേഹം എത്രയോ കഥാപാത്രങ്ങളായി, നായർ പ്രമാണിയായി അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്, നമ്പൂതിരിയായി വന്നിട്ടുണ്ട്, ജന്മിയായും ക്ഷത്രിയനായും ഒക്കെ കഥാപാത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എണ്ണി പറയാൻ കഴിയുന്ന അത്തരം കഥാപാത്രങ്ങൾ ഈ അടുത്തിറങ്ങിയ സിനിമകളിൽ പോലും, ഇപ്പോൾ ധ്രുവത്തിലെ മമ്മൂട്ടിയാകട്ടെ, പാലേരി മാണിക്യം കൊലപാതകം എന്ന സിനിമയിലെ മമ്മൂട്ടിയാകട്ടെ, വ്യത്യസ്ത തരം മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെയൊക്കെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ കൈയടിച്ച ആളുകളാണ് ഇവിടെ പുഴു എന്ന സിനിമയിലെ ഒരു കഥാപാത്രത്തിൻ്റെയോ അതിൻ്റെ കഥാപശ്ചാത്തലത്തിൻ്റെയോ പേരിൽ അദ്ദേഹത്തെ ഇவ்விധം അധിക്ഷേപിക്കുന്നത്. അപ്പോൾ അന്നൊന്നുമില്ലാത്ത പ്രശ്നം ഇപ്പോൾ എന്തിനു വന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു നമ്മൾ കുറെ കൂടി ചർച്ച ചെയ്യേണ്ടത്. അവിടെയാണ് മമ്മൂട്ടിയാണെങ്കിൽ പോലും ഞങ്ങൾ ഇவ்விധം വിമർശിക്കും എന്ന ഒരു ധൈര്യം ഈ പറയുന്ന പ്രൊഫൈലുകൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു മാറ്റം എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ മലയാളത്തിൽ തന്നെ മുൻപ് എത്രയോ സിനിമകൾ ജാതിയെ അഡ്രസ്സ് ചെയ്യുന്ന, ജാതി ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവതരിപ്പിക്കുന്ന എത്രയോ സിനിമകൾ ഇതിനു മുമ്പ് മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മേൽവിലാസം സുരേഷ് ഗോപി നായകനായിട്ടുള്ള സിനിമയാണ്. ആ സിനിമ ഇന്ത്യൻ സൈന്യത്തിനുള്ളിൽ നിലനിൽക്കുന്ന ജാതീയതയെക്കുറിച്ച് കടുത്ത രൂക്ഷ വിമർശനം ഉയർത്തുന്ന, അത് തുറന്നു കാട്ടുന്ന ഒരു സിനിമയാണ്. സുരേഷ് ഗോപി നായകനാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ സുരേഷ് ഗോപി ഹിന്ദു വിരുദ്ധനാണെന്നുള്ള നിലയിൽ എപ്പോഴെങ്കിലും നമ്മുടെ നാട്ടിൽ ഒരു പ്രചാരണം ഉയർന്നു വന്ന് നമ്മൾ കണ്ടില്ല. അതുപോലെ വേറെ എത്രയോ സിനിമകളുണ്ട്. ഇപ്പോൾ നോക്കൂ, നിർമാല്യം സിനിമ, ദേവി വിഗ്രഹത്തിന് നേരെ കാർക്കിച്ചു തുപ്പുന്ന ഒരു കഥാപാത്രം. ആ കഥാപാത്രത്തെ എഴുതിയുണ്ടാക്കിയത് എം ടി വാസുദേവൻ നായരാണ്. എം ടി വാസുദേവൻ നായരെ ഒരിക്കൽ പോലും ആരും ഒരു ഹിന്ദു വിരുദ്ധനായി ചിത്രീകരിച്ച് കണ്ടിട്ടില്ല. ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച് അവസ്മരണീയമാക്കിയ പി ജെ ആന്റണി, അദ്ദേഹത്തെയും ഒരു ഹിന്ദു വിരുദ്ധനായി ആരും കണ്ടിട്ടില്ല. മറ്റൊരു കാര്യം, ഇപ്പോൾ KL10 എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി, ഉണ്ണി മുകുന്ദൻ നായകനായിട്ട്. ആ സിനിമ ഒരു ഇസ്ലാമിസ്റ്റ് സന്ദേശം അല്ലെങ്കിൽ ഇസ്ലാമിക് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന സിനിമയാണെന്നുള്ള നിലയിൽ വലിയ പ്രചാരണങ്ങളുണ്ടായി. പക്ഷേ ഉണ്ണി മുകുന്ദനെ ഒരു ഇസ്ലാമിസ്റ്റായിട്ട് ആരും പ്രചരിപ്പിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേരെ ആ നിലയിലുള്ള വിമർശനം ഉണ്ടാവുകയൊന്നും ചെയ്തില്ല. ഇപ്പോൾ മമ്മൂട്ടി ചെയ്യുമ്പോഴാണ് ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാവുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് എനിക്ക് തോന്നുന്നു മമ്മൂട്ടി അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങളും മമ്മൂട്ടിയുടെ ഒരു മുസ്ലിം സ്വത്വവും ഒക്കെ ഈ പറഞ്ഞ സവർണ്ണ മേലാളന്മാരെ വല്ലാത്ത രീതിയിൽ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മമ്മൂട്ടി ഈ പറഞ്ഞതുപോലെ പല്ലാവൂർ ദേവനാരായണനോ അല്ലെങ്കിൽ നരസിംഹ മന്നാടിയാരോ ഒക്കെ മാത്രമായി ആ നിലയിൽ തന്നെ പോയാൽ മതി എന്ന് കരുതുന്ന ആളുകൾക്കാണ് ഈ ബുദ്ധിമുട്ടും വിഷമം എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും അത് തന്നെയാണ്. അവിടെ അവരെ വിരളി പിടിപ്പിക്കുന്നത് മുഹമ്മദ് കുട്ടി എന്ന അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹം പ്രദാനം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ മതവും തന്നെയാണ്. അതായത് ഇങ്ങനെയുള്ള ഒരാൾ തങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ തങ്ങൾക്ക് ആധിപത്യമുള്ള ഒരു സമൂഹത്തിൽ ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്താൽ തങ്ങൾ വിമർശിക്കും. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ MTയുടെ കഥാപാത്രത്തെ ഒന്നും വിമർശിക്കുന്നില്ല. പക്ഷേ കാലം മാറി. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അത് മമ്മൂട്ടിയാണെങ്കിൽ പോലും, ലോകം തന്നെ ആദരിക്കുന്ന ഒരു കലാകാരനാണെങ്കിൽ പോലും ഞങ്ങളുടെ സമീപനം ഇതായിരിക്കും എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ നേരത്തെ KL10 എന്ന സിനിമയുടെ കാര്യമൊക്കെ അമൽ പറഞ്ഞു. അവിടെ പക്ഷേ ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇപ്പോഴും അവർ ഒരു സിനിമ ചെയ്താൽ സ്വാഭാവികമായിട്ട് ആ രീതിയിൽ അവർ വിമർശിക്കപ്പെടുകയാണ്. അതിപ്പോൾ സക്കറി ആയാലും ഒക്കെ ആ രീതിയിൽ വിമർശിക്കപ്പെടുകയാണ്. മൂസിൻ പരാരി ആയാലും അവർ പ്രദാനം ചെയ്യുന്ന മതത്തിൻ്റെ പേരിൽ വിമർശിക്കപ്പെടുന്നു. അവിടെ അഭിനയിച്ച ഉണ്ണി മുകുന്ദനാകട്ടെ യാതൊരു തരത്തിലുള്ള വിമർശനവും ഏൽക്കേണ്ടിയും വരുന്നത്. ഇപ്പോൾ മലയാള സിനിമയിൽ തന്നെ സംഭവിച്ച ഒരു മാറ്റം നോക്കൂ. പഴയകാല മലയാള സിനിമയിൽ എങ്ങനെയാണ് ഒരു മുസ്ലിം കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത്, അതിൽ നിന്നൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമുദായത്തിൽ നിന്ന് തന്നെ, ആ മതത്തിൽ നിന്ന് തന്നെ നല്ല കലാകാരന്മാർ, നല്ല സിനിമകൾ വരുന്നപ്പോൾ ഇതുവരെ എങ്ങനെയാണോ മലയാള സിനിമയിൽ ആ മതവിഭാഗത്തെ പ്രദാനം ചെയ്തത്, അതിൽ നിന്നൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകളാണ് ഇவ்விധം വിരളി പൂണ്ട് ചെറിയൊരു കാര്യം കിട്ടിയാൽ പോലും അതിനെ
വലിയ രീതിയിൽ വിമർശിക്കുന്നത്. ഇവിടെ നമുക്ക് അപ്പോഴും ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം അമൽ, ഇവിടെ മമ്മൂട്ടിയെ സംഘപരിവാർ അധിക്ഷേപിക്കുമ്പോഴും അതിൻ്റെ 100 ഇരട്ടി ശക്തിയിൽ മമ്മൂട്ടിയെ ചേർത്ത് പിടിക്കാൻ ഇവിടുത്തെ മതേതര കേരളം, സാംസ്കാരിക കേരളം തയ്യാറായി എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ മന്ത്രിമാരാകട്ടെ, സാംസ്കാരിക നായകരാകട്ടെ, എല്ലാവരും മമ്മൂട്ടിക്കൊപ്പമുള്ള ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയും ഈ പരിപ്പ് കേരളത്തിൽ ഉപയോഗയില്ല എന്നൊക്കെ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. അതൊരു പോസിറ്റീവായിട്ടുള്ള ഘടകം തന്നെയാണ്. പക്ഷേ അതുമാത്രം മതിയോ എന്നുള്ളത്, കാരണം മറ്റിടങ്ങളിൽ വലിയ രീതിയിൽ, വലിയ വിഷം വമിപ്പിക്കുന്ന രീതിയിലുള്ള, ഭിന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചാരണം അതിശക്തമായി നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ മമ്മൂട്ടിക്കൊപ്പമുണ്ട് എന്ന് പറയുന്ന ചെറിയ പ്രതിരോധം മാത്രം പോരാ, അതിശക്തമായി തന്നെ എതിർക്കപ്പെടേണ്ടതുണ്ട് ഇത്തരം പ്രവണതകൾ എന്ന് ശക്തമായി തന്നെ വിളിച്ചു പറയേണ്ട സമയം കൂടിയാണിത്. തീർച്ചയായിട്ടും ആ നിലയിൽ തന്നെ കേരളം ഈ കാര്യത്തിൽ കൈകോർത്ത് നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ നിലയിൽ തന്നെയാണ് ഇതുവരെയുള്ള ഒരു വശത്ത് ഈ നിലയിൽ വലിയ അവഹേളനങ്ങൾ, അപകീർത്തിപ്പെടുത്തലുകളൊക്കെ ഉണ്ടാകുമ്പോഴും മതേതര കേരളം അതിൻ്റെ എല്ലാ കാലത്തും കാണിച്ചിട്ടുള്ള ഒരു വലിയ മാതൃക ഇക്കാര്യത്തിലും മമ്മൂട്ടിയുടെ കാര്യത്തിലും കാണിച്ചിട്ടുണ്ട്. അതെ, ഇതിപ്പോൾ ഈ അടുത്ത് തന്നെ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ, അതായത് ബാലചന്ദ്രൻ ചുള്ളിക്കാടുമായിട്ടുള്ള ഒരു സംഭാഷണം ഈ അടുത്ത് ഇപ്പോൾ വലിയ രീതിയിൽ വീണ്ടും ചർച്ചയാകുന്നുണ്ട്. അവർ മഹാരാജാസിൽ ഒരുമിച്ച് പഠിച്ച ആൾ കൂടിയാണ്. അതിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് തന്നെ എഴുതിയതാണ്. അവർ തമ്മിൽ കണ്ട ഒരു കൂടിക്കാഴ്ചയിൽ അവർ പറഞ്ഞ ഒരു കാര്യങ്ങൾ. അവിടെ പുതിയ കാലത്തെക്കുറിച്ച് മമ്മൂട്ടി തന്നോടായി പറഞ്ഞതിനെക്കുറിച്ച് ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറയുന്നത് ഇങ്ങനെയാണ്: പണ്ട് ഞാൻ നിൻ്റെ വീട്ടിൽ വന്നാൽ അത് സൗഹൃദമാണ്, ഇന്ന് വന്നാൽ അത് മതസൗഹാർദ്ദവുമായി മാറുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ ഒരു വിവാദത്തോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു സംഭാഷണ ശകലം കൂടിയാണ് അത്.